നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. അമിതമായിട്ടുള്ള ക്ഷീണം, വൈറൽ ബ്ലോട്ടിങ്, അസിഡിറ്റി, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട 5 ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് 4 ആഴ്ച അടുപ്പിച്ച് ഈ 5 ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് തുടങ്ങുന്നത് വായിൽ നിന്നാണ്. വായിൽ നിന്ന് തുടങ്ങി ഈസോഫാഗസ് വഴി, സ്റ്റൊമക്ക് വഴി, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ഏനസ് അവിടെ വരെ പോകുന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഗട്ട് എന്നും പറയാറുണ്ട്. ഈ ഗട്ടിൽ അതായത് കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ട്, മോശം ബാക്ടീരിയാസും ഉണ്ട്. ഈ നല്ല ബാക്ടീരിയ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഡൈജഷന് വേണ്ടി സഹായിക്കും, അതുപോലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഈ മോശം ബാക്ടീരിയകൾക്കെതിരെ പോരാടാൻ സഹായിക്കുന്നത് ഈ ഗുഡ് ബാക്ടീരിയാസ് ആണ്, ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയാസ് ആണ്. എന്നാൽ ചില സമയങ്ങളിൽ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണ രീതി ശരിയല്ലാത്തപ്പോഴോ, അതായത് അമിതമായിട്ട് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അമിതമായിട്ട് പുറത്തു നിന്നുള്ള വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ജങ്ക് ഫുഡ്സ് കുറെ കഴിക്കുമ്പോൾ, മീറ്റ് മാത്രം അധികമായിട്ട് കഴിക്കുമ്പോൾ, കുറെ നാൾ ഇങ്ങനെ മാത്രം കഴിക്കുമ്പോൾ നമ്മുടെ ഈ നല്ല ബാക്ടീരിയാസ് നഷ്ടപ്പെടുകയും മോശം ബാക്ടീരിയാസ് നമ്മുടെ കുടലിൽ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കും, പല ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അമിതമായിട്ട് ബ്ലോട്ടിങ്, അസിഡിറ്റി, ഗ്യാസ്, ഈവൻ അൾസർ വരെ ഉണ്ടാക്കാം. കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, സ്കിൻ റാഷസ് വരെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ബാക്ടീരിയാസ് ശരീരത്തിൽ കുറയുമ്പോഴാണ് ഫുഡ് ഇൻടോളറൻസ് ഒക്കെ ചിലർക്ക് കണ്ടുവരാറുണ്ട്. അതായത് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായിട്ട് ശ്വാസം മുട്ടല്, അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അമിതമായിട്ട് ക്ഷീണം വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് മെയിനായിട്ട് അതിന് പല കാരണങ്ങളുണ്ട്. എങ്കിലും മോശം ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ ഫുഡ് ഇൻടോളറൻസ് വരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയാസിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു 4 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് തൈര് എന്ന് പറയുന്നത്. തൈര് നമുക്കറിയാം, കാൽഷ്യം, വൈറ്റമിൻ B12 എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രോബയോട്ടിക് ആണ് തൈര്. അതായത് ലൈവ് ബാക്ടീരിയാസ് ഉള്ളതാണ് തൈര് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. സ്ഥിരമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് 1 കപ്പ് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം കണ്ടുവരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് 1 കപ്പ് തൈര് കഴിക്കുന്നത് നല്ലതാണ്. കൂടുതലും പാക്ക് ചെയ്യപ്പെടുന്ന തൈരിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. അതുപോലെ 1 കപ്പ് തൈരിന്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ കരിപ്പെട്ടി മിക്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുന്നത് ഡൈജഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുപോലെ ഒണിയൻ റൈത്ത, അതായത് തൈരിന്റെ അകത്ത് ചെറിയുള്ളി അല്ലെങ്കിൽ സവോള നന്നായിട്ട് അരിഞ്ഞിട്ട് അതും കഴിക്കുന്നത് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനും നല്ല ബാക്ടീരിയാസിന്റെ അളവ് വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ്. ഉള്ളിയിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗട്ട് ബാക്ടീരിയാസിനെ എലൈവായിട്ട് നിർത്തണമെങ്കിൽ അതിന് ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടുതലും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം പച്ചക്കറികളിലൊക്കെ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് മീറ്റ് കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ റെഗുലറായിട്ട് മീറ്റ് കഴിക്കുന്നവർക്ക് ഇതുപോലെ മോശം ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം മീറ്റിൽ ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ മോശം ബാക്ടീരിയയുടെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്, നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് സ്ഥിരമായിട്ട് മീറ്റ് കഴിക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതുപോലെ ഗട്ട് ഇഷ്യൂസ് ഒക്കെ വരാം. അതായത് അസിഡിറ്റി, ബ്ലോട്ടിങ് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണെങ്കിൽ, റെഡ് മീറ്റ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കോളൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് തൈര് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചി വളരെയധികം നല്ലതാണ്. സ്ഥിരമായിട്ട് ഈ 4 ആഴ്ച അടുപ്പിച്ച് കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇഞ്ചി ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇന്ദുപ്പും അതുപോലെ തന്നെ ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് അത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇതുപോലെ അസിഡിറ്റി, ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഇവയൊക്കെ അകറ്റാൻ സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല ലൈവ് ബാക്ടീരിയാസ് വളരാൻ സഹായിക്കുകയും ചെയ്യും.
ഗുഡ് ബാക്ടീരിയാസിന്റെ അളവ് കുടലിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ഓട്സ് വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗട്ട് ബാക്ടീരിയ അലൈവായിട്ട് നിർത്തണമെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. ഓട്സിൽ ധാരാളമായിട്ട് ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഓട്സ്, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ മില്ലറ്റ്സ് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇതിലൊക്കെ ഫൈബർ കണ്ടന്റ് ധാരാളമുണ്ട്. ഓട്സിൽ സോളിബിൾ ഫൈബറായ ബീറ്റ ഗ്ലൂക്കൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയറിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ബീറ്റ ഗ്ലൂക്കൺ അടങ്ങിയ ഈ ഓട്സ് കഴിക്കുന്നത്, അതായത് ബീറ്റ ഗ്ലൂക്കൺ എന്ന കണ്ടന്റ്, ഫൈബർ കണ്ടന്റ് ഓട്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓട്സ് കഴിക്കുന്നത് കൊളസ്ട്രോള്, അമിതവണ്ണം, അതുപോലെ വയറിന്റെ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ മുന്തിരി വളരെയധികം നല്ലതാണ്. പക്ഷെ എപ്പോഴും കഴുകി വൃത്തിയാക്കിയ മുന്തിരി വേണം കഴിക്കാൻ. ഒരുപാട് വിഷമൊക്കെ ചേർത്താണല്ലോ വരുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ മുന്തിരി സ്ഥിരമായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബൗള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അതുപോലെ അല്ലെങ്കിൽ എപ്പോഴും ഭക്ഷണത്തിന് എപ്പോഴും അരമണിക്കൂർ മുമ്പൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ റേസിൻസ്, അതായത് ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതാണ്. അതും ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 10 ഉണക്കമുന്തിരി ഇട്ട് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. മോശം ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാനും നല്ല ബാക്ടീരിയാസിന്റെ അളവ് വർദ്ധിപ്പിക്കാനും വളരെയധികം നല്ലതാണ്. മുന്തിരിയിൽ 81% വെള്ളമാണ്. അതുപോലെ ഫൈബർ കണ്ടന്റ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ മൊത്തത്തിലുള്ള കുടലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. 5-മത്തേതാണ് പെരിഞ്ജീരകം. ഡൈജഷൻ ഈസി ആയിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പെരിഞ്ജീരകം. ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പെരിഞ്ജീരകത്തിന്റെ കൂടെ അയമോദകവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ ഫുഡ് അമിതമായിട്ട് കഴിച്ചിട്ട് വയർ ഒരുപാട് നിറഞ്ഞൊരു ഫീലിംഗ് വരുമ്പോൾ ഇതുപോലെ പെരിഞ്ജീരകവും അയമോദകവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. പെരിഞ്ജീരകം നല്ലൊരു ആന്റാസിഡ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ വയറിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. ജീരകവും വളരെ നല്ലതാണ്. പക്ഷെ ജീരകത്തിനെ അപേക്ഷിച്ച് പെരിഞ്ജീരകത്തിലാണ് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് അരിച്ചെടുത്ത് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. പെരിഞ്ജീരകം ആന്റി പാരസൈറ്റിക് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. വീക്കം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇതും 4 വീക്സ് അടുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങുന്നത്. അതുപോലെ ഭക്ഷണത്തിന് ശേഷം പെരിഞ്ജീരകം വെറുതെ വായിലിട്ട് നല്ലതുപോലെ ചവച്ച് ഇറക്കുന്നതും വളരെ നല്ലതാണ്. ഈ അമിതമായിട്ട് ഫുഡ് കഴിച്ചതിന്റെ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ ബ്ലോട്ടിങ്, അസിഡിറ്റി ഇതൊന്നും വരാതിരിക്കാനും സഹായിക്കും. അപ്പോൾ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വേണ്ടി സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു 4 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് കഴിക്കുമ്പോൾ വ്യത്യാസം കാണാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട 5 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.